അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ 12 മണിയായി സമയം. ഇപ്പോൾ ഉച്ച 12 മണി ആയിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം രാവിലത്തെ ഭക്ഷണം കഴിക്കണം. രാവിലെ ഒരു ചായയും കുടിച്ചിട്ട് കിടന്നാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, കുറേ വണ്ടി ഓടിച്ചതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ രാമോജി ഫിലിം സിറ്റി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ആദ്യം പോകേണ്ട സ്ഥലം രാമോജി ഫിലിം സിറ്റി, അതൊരു റൂട്ടാണ്. പിന്നെ അടുത്ത റൂട്ടിലാണ് നമ്മുടെ ചാർമിനാർ, അതേപോലെ ഒരു ടോംബ് ഉണ്ട്, കോക്കുണ്ട ഫോർട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പം നമ്മളിതാ പിസ്ത ഹൗസിൽ എന്നെ വീണ്ടും വന്നിട്ടോ. മന്തി റെസ്റ്റോറൻറ്റ്, മയോണൈസ് ബാൻഡ് കേട്ടോ. എന്താണോ മയോണൈസ്? കഴിച്ചോക്കാം, മന്തിയല്ലേ. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാതിരിച്ചെന്ന് പിസ്ത ഹൗസിൽ തന്നെ കേട്ടോ വീണ്ടും വന്ന്. എന്നോട് ഞാൻ പുറം ഭാഗം കാണിക്കാൻ. ഞാൻ മന്തി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട്. അടിയിൽ നോർമൽ റെസ്റ്റോറൻറ്റ്, ഇത് മന്തി റെസ്റ്റോറൻറ്റ്. കയറി നോക്കാം. ഓ, ഇത് ഇരുന്ന് കഴിക്കുന്ന പരിപാടിയാണ്, സെറ്റപ്പ്. അപ്പോൾ ഇതാ മന്തിക്കാട് ഫുള്ള് മന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് തന്നെ അവർ സൂപ്പ് നമുക്ക് തന്നിരിക്കണേ, അടിപൊളി സൂപ്പ്. മെനു കാർഡ് കേട്ടോ. ചിക്കൻ മന്തി, മട്ടൻ മന്തി ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വെറൈറ്റി മട്ടനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മട്ടൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ചിക്കനാണ് പറയണത്. ഈ തന്തൂരി മന്തി 899, 3 ആൾക്ക് സുഖമായിട്ട് കഴിക്കാവുന്നത്. നല്ല ഇരുന്നിട്ടുള്ള പരിപാടി കേട്ടോ. ഇവ നമ്മൾ സാധനം എത്തിയിട്ടോ. 4 പീസ് ചിക്കൻ തന്തൂരി. പറയുമ്പോൾ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതെ കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് അവരെ? ഇത് തൈര്, ഇതൊക്കെ തൈര് തന്നെ. കൈയിട്ട് भाई प्लेट मिलेगा? अच्छा, इसमें ऐसे ऐसे खाना है? बड़ा नो प्लेट ऐसे इसमें ही खाना है? ആ, അത് 4 ഭാഗത്ത് ഇരുന്നിട്ട് തിന്നണം എന്ന് പറയണത്. प्लेट नहीं मिलेगा? प्लेट नहीं मिलेगा? प्लेट मिलेगा? प्लेट मिलेगा? नहीं मिलेगा? हाँ प्लेट, हाँ अलग अलग खाने के लिए इसमें से निकाल के नहीं. അപ്പോൾ മൂപ്പര് അങ്ങനെ പറയണം കേട്ടോ. എന്താ അതല്ല, ഞാൻ തിന്നാൻ പോവാ. തിന്നാട്ടോ. ഇബ്രാഹിം ഏരിയ തിരിക്കുന്നുണ്ട് കേട്ടോ. ബൗണ്ടറി മാർക്ക് ചെയ്യാം. അവന് അത്ര നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് കുറച്ച് കൂടുതൽ എടുക്കണ്ടോ സംശയമുണ്ട്. ആ വാട്ടർ ബോട്ടർ വെക്കോ. ഏരിയ തിരിച്ചിരിക്കണേ ബോസ്, ബൗണ്ടറി ഒക്കെ തിരിച്ചിരിക്കണേ. എത്ര സെന്റിലുണ്ടോ അവർക്ക്? ഏതായാലും തീറ്റ തുടങ്ങട്ടെ കേട്ടോ. വീഡിയോ കഞ്ഞി മതി. അടിപൊളിയാ. നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞ് ഇബ്രാഹിമൊക്കെ തപസ്സിരിക്കുക. ഒരു അംഗം പറ്റി ഇരിക്കുകയാണ് 3 ആൾ കൂടി. ഇനി പുറത്തിറങ്ങി ഒരു ഇറാനി ചായ കൂടി കുടിച്ചാൽ പൊടിക്കൂലേ? അതൊരു കയ്യേക്കട്ടെ. മന്തി തിന്നിട്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. നല്ല വ്യൂ ആസ്വദിച്ചിട്ട്. ഹൈദരാബാദ് സിറ്റി. ഉറപ്പാണോ? ഇബ്രാഹിമിന്റെ പ്ലാൻ പ്രകാരം നാളെ ഹംപി എത്തണം എന്നാട്ടോ.
ഇത് കഴിയാൻ നമ്മൾ ചാമ്പിനാവും. അമ്പി എത്ര ഇത് അമ്പി മുന്നൂറ്റായി പോകുന്നു. പിസ്ത ഹൗസ് നിന്ന് ഇറങ്ങി വണ്ടി കയറാൻ പോവാ. നേരെ രാമോജി ഫിലിം സിറ്റിട്ടാ അങ്ങോട്ടാ പോണേ. അപ്പൊ നമ്മൾ വന്നതാ രാമോജി ഫിലിം സിറ്റി എത്തിട്ടാ. വലിയ എൻട്രൻസ് ഒക്കെ ആണ്. ബാക്കിൽ നിൽക്കണ്ടേ ഉള്ളിൽ കയറിയോക്കട്ടെ. നമ്മളിവിടെ ഇപ്പോൾ എത്തിയത് ലേറ്റായി പോയിട്ടോ. 2:30 വരെ ടിക്കറ്റ് ഉള്ളൂ. നമ്മൾ എത്തിയപ്പോൾ 3 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോവാം. അതായത് ഗോൽക്കൊണ്ട ഫോർട്ട് എത്തിയിട്ടോ. നമ്മൾ 2 കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തതാണ്. നല്ല അടിപൊളി ബ്ലോക്കുള്ള റോഡാണ്. ഏകദേശം ഐസ് വേണ്ട. അതായത് നമ്മുടെ രാമോജി ഫിലിം സിറ്റി പോയിട്ട് നമ്മൾ മൊയ്ന്തായില്ലേ തിരിച്ചു വരേണ്ടി വന്നത്. ഏകദേശം 40 കിലോമീറ്റർ ഓടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അത് വേറെ തന്നെ റൂട്ടാണ്. ഇനി നാളെ പോകണം. അപ്പോൾ ഏതായാലും 2 കരിമ്പിൻ ജ്യൂസ് അടിക്കട്ടെ. കേട്ടോ അതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ടിക്കറ്റ് എടുക്കട്ടെ പോയിട്ട്. ഗൂഗിൾ പേ ഇല്ല, ഓപ്ഷനില്ല. 25 റുപ്യ ഒരാൾ ടിക്കറ്റ്. അപ്പോൾ ഇതുമേൽ സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണമെന്നാണ്. ആ അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളുള്ളോട്ട് കയറുക. അപ്പോൾ ബാങ്ക് കൊടുത്ത് അസറായി. നമ്മൾ വലിയ ചിത്തോടുകടും ആമിറും ഉദയ്പൂരൊക്കെ കണ്ടിട്ട് ഇത് എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഹൈദരാബാദത്തെ കോട്ട ഇതാണ് കേട്ടോ. ഈ ഗോൾക്കുണ്ടിൻ്റെ ഒരു ഫോർട്ടിൻ്റെ ഒരു വ്യൂ കാണാനൊക്കെ അത്യാവശ്യം ലുക്കുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഷെഡ്യൂള് ഫുള്ള് കൊളായിട്ടോ. എന്താണ് രാമോജി ഫിലിം സിറ്റി ഇല്ലേ, ഫിലിം സിറ്റിയിൽ നമ്മളൊരു 3 മണിയായി പോയി എത്താൻ. ഒരു 2:30 വരെ ഉള്ളൂ. ടിക്കറ്റ് കഴിഞ്ഞാൽ ക്ലോസ് ആയി. 5 മണി വരെ കാണാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് നേരത്തെ എടുക്കണം. 9:00 ഓപ്പൺ ആവും. ശരിക്കും പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് 20, 40, 50 കിലോമീറ്ററോളം വെറുതെ അതിന് വേണ്ടി ഓടി. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ ഗോൾക്കൊണ്ടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു ഷാഹി ടോംസ് എന്ന സംഭവമുണ്ട്. അത് കാണാൻ സമയം കിട്ടുമല്ലോ. ഇപ്പം തന്നെ 4 മണിക്കണ. ഏതായാലും ഇവിടെ ഉള്ളത് ഗോൾക്കൊണ്ട വൃത്തിയിൽ കാണാം. ഇവിടെ കാണാനുള്ള നഗീന ബാഗ്, അഖന മദാന ഓഫീസസ്, രാമദാസ് പ്രിസൺ, രാമദാസ് മോസ്ക് ഓഫ് ഇബ്രാഹിം, കുറേ സംഭവങ്ങളുണ്ട്. എന്താണ് അതുപോലെ ജയില കണ്ടില്ലേ? ഇതിപ്പോൾ ഓപ്പൺ അല്ല ഒന്നാണ്. ഇതിങ്ങനെ ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് സാധനം. വ്യൂ അടിപൊളിയാ. ഇവിടെ ഫുള്ള് വെപ്പൺസ് ആട്ടോ വെക്കണേ. കണ്ടാ ഇവിടെ ഫുള്ള് വെപ്പൺസാ. അസ്ല ഖാന എന്നാണ് എൻ്റെ പേര്. വെപ്പൺസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്കിടെക്ട്സ് എന്നാണ് പറയുന്നത് ഈ കോട്ടൻ്റെ ഉള്ളിലുള്ള. നമ്മളെ കൂടെ ഫൈമ് പുറപ്പെട്ടിനു. അവനപ്പോൾ കാണില്ല, വിളിച്ചിട്ട് എടുക്കില്ല. അത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളേതായാലും ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുക. അപ്പോൾ അതാ ഫൈമ് ഇവിടെ എത്തിക്കാം കേട്ടോ. ആളെ കിട്ടി. ഇവിടെ നല്ല ഫോട്ടോ കിട്ടും കേട്ടോ. ഇപ്പോൾ തർമതി മോസ്ക്, ഈ കാണുന്നതാണ് മോസ്ക് കേട്ടോ. മതിയോ?
ഇവിടെയൊക്കെ ഇതാ പാർക്കായിട്ടാട്ടോ ആളുകളൊക്കെ ഇരിക്കണേ. ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അതൊക്കെ അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. സമാധാനക്കേടാണല്ലോ എനിക്ക്. ഗൈഡ് ഓഫ് ഇന്നർ ഫോർട്ടിഫിക്കേഷൻ ഗോൽക്കൊണ്ട റോയൽ പാലസ് കേട്ടോ. ഈ കാണുന്നതാണ് ഈ റോയൽ പാലസ്. ഇരുട്ട് മുറി. ഇത് പൊളിഞ്ഞിക്കണല്ലോ അവിടെയൊക്കെ. ഇതിൻ്റെ മുകളിലുണ്ടല്ലേ കുറേ ആൾക്കാരതാ. അതിൻ്റെ മുകളിലേക്ക് പോകാനാണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കണേ. ഇവിടെ ഒന്നും ഒരു വെറൈറ്റി ഇല്ല. മുകളിലെത്തിയൊരു വെറൈറ്റി അല്ലോ. അതെല്ലാം അങ്ങോട്ട് പോയോക്കട്ടെ. അങ്ങനെ നമ്മളാ മുകളിൽ കണ്ട ഇതിലേക്ക് പോകാൻ പോകട്ടോ. കുറച്ച് കയറാണ്ട് ആളുകളൊക്കെ ഉണ്ടല്ലേ മേലെ. അതാ ഇവിടെ എന്തോ ഓക്കെ എന്തോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മളെ ദിവസം ഏകദേശം വേസ്റ്റ് ആയ വരിക. ഈ ഗോൽക്കൊണ്ട ഫോർട്ടിലൂടെ എല്ലാം തീരും. വേറെ സമയമില്ല. ഇപ്പം തന്നെ 5 മണിയാവാനേ. നമ്മൾ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഇനിയിപ്പോൾ കയറി ഉണ്ടാക്കണം മേലെ വരെ. ഇബ്രാഹിം ബ്രോ ഹെൽമെറ്റൊക്കെ തലയിട്ട് കിടക്കണേ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. ആളുകളൊക്കെ ശ്രദ്ധിക്കണ്ടോ തോന്നണേ ബോസിനെ. ഒരു സുഖമില്ലാത്ത ഒരാൾ പോണായിരില്ലേ. അത്യാവശ്യം കയറാണ്ട് കേട്ടോ. ഇയാടെന്റെ മെയിൻ നടൻ. സിറ്റിന്റെ വ്യൂ ഉണ്ടില്ലേ. മേലെ പോയാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും. വേ ടു ദർബാർ ഹാൾ. ഇവരെന്തിനാ ദർബാർ ഹാള് മേലെ കൊണ്ടു വെച്ചിരിക്കണല്ലേ. ഓഫ് എത്ര നടക്കാള്. ഹൈദരാബാദ് സിറ്റിന്റെ 1.5 വ്യൂ കേട്ടോ. ഒരു രണ്ടാളും വന്ന് വന്ന് മോളിലെ അവിടെ താഴ്ന്നേണ്ട സ്ഥലത്തിട്ടോ. എൻ്റെ മേലെ കയറി വെക്കാം. ഓൺലി ക്യാഷ്. വെള്ളം കുടിക്കാൻ വരെ ഇവിടെ കുഴപ്പമില്ല. ഓൺലി ക്യാഷ് എന്ന് പറയണേ. അയ്യോ കയറി വെക്കാം. അപ്പോൾ ഇതാണ് ബർദാരി ദർബാർ ഹാൾ കേട്ടോ. ഇതാണ് ദിവാനെ ഖാസ്, ദിവാനെ ആം എന്നൊക്കെ പറയുന്ന സ്ഥലം കേട്ടോ. പ്രജകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനൊക്കെ ഉള്ള സ്ഥലമാണ്. രാജാവ് ഇവിടെ ഇരിക്കും ഈ മുകളിലത്തെ തുളയിൽ. ഏകദേശം പോയി തീരുമാനം കേട്ടോ. ഓഫ് വലിയ സ്റ്റെപ്പാ. കയറി കയറി ഏറ്റവും ടോപ്പ് എത്തിട്ടോ. ഇവിടെ നിന്നാണിപ്പോൾ സിറ്റീൻ്റെ ഒരു 1.5 വ്യൂ കിട്ടും. ഇവിടെ ഫുള്ള് മലയാളികൾ കേട്ടോ. ഹൈദരാബാദ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് മലയാളം സംസാരിക്കുന്ന ആളുകൾ. എന്താ വ്യൂ. ഗ്രൗണ്ടുകളൊക്കെ ഫുള്ള് ഗ്രൗണ്ടുകൾ കിട്ടും. നമ്മളെ നാട്ടിൽ തരില്ല.
ഇവിടുന്ന് നമ്മളെ ഫോർട്ടിൻ്റെ ഒന്നൊന്നര വ്യൂ ആയിട്ട് കിട്ടണേ. ആളുകളൊക്കെ ഉണ്ടല്ലേ അവിടെ നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്. കാണുന്നതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. അധികം വിസ്തീർണമുണ്ട്. വന്ന സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ഷീണമായിട്ടാണ് പോയി നല്ല കാണുന്ന കാര്യമില്ല. അത്യാവശ്യം കയറാനുണ്ട്. അപ്പോൾ താഴെന്ന് കണ്ട ആ മുകളിലുള്ള പള്ളി ഇവിടെ കേട്ടോ. ഈ ടോപ്പിൽ തന്നെയാണ് ഈ പള്ളിയിലേക്കുള്ള എൻട്രൻസ്. തിരിച്ച് ഇറങ്ങണം നമ്മൾ. ഇതാ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ ഇവിടെ. ഡ്രിങ്കിങ് സിറ്റീൻ്റെ വ്യൂ എന്തായാലും നല്ല കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ജയിലെത്തിട്ടോ. രാമദാസ് പ്രിസൺ. രാമദാസാണോ റമദാസാണോ? അപ്പോൾ ഇതാണ് ജയിൽ കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ള ജയിലാണ്. മുകളിൽ എന്താ ചുവപ്പ് കളർ അല്ലേ? അതെന്താ ക്യാമറയിൽ എല്ലാം കാണണ്ട, എനിക്ക് കണ്ണുകൊണ്ട് കാണിച്ചിട്ടോ. എന്താ എന്തോ എഴുതി വെച്ചാ ഇതാണ് ഐഫോൺ. കണ്ണും കൊണ്ട് വരെ കാണില്ലത്. ടെക്നോളജി. എങ്ങനെയുണ്ട്? അതാണ് ഐഫോൺ. ഇതല്ലേ ഐഫോൺ സത്യസന്ധനാ. കറക്റ്റ് ഫോട്ടോ കിട്ടുള്ളൂ അല്ല. ഇതല്ലേ വഴി മാറിപ്പോയി. അങ്ങനെ ഈ കൂടെ എന്തോ വഴിയുണ്ട് കണ്ടോ. ആളുകൾ അവിടെ കൂടുവാ. നേരെ നടന്നാല് നമ്മളെ ഇതില്ലേ പഴയ പ്രിൻസ് പറഞ്ഞ ഗെയിമൊക്കെ ഉണ്ട്. ചാട്ട അടിയിലേക്ക്. എന്താ വ്യൂ അല്ലേ? ഇതിൽ കൂടി തന്നെ നടന്നാലോ പൊള്ളി വൈബൈക്കും. ചാടി നോക്ക്. 1000 ഉറുപ്പിക വേണ്ട, 500 വേണ്ട, ഒന്നുമില്ല. ഞാൻ ഇടക്കിടക്ക് വാക്ക് മാറ്റാറുണ്ട്. ഇവിടുന്ന് ചാടാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്റ്റെപ്പൊക്കെ അറിയാൻ ചാടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ചോട്ട് നോക്കുന്നുണ്ട് ചാടണ വേണ്ടേന്ന്. വേറെ ഏതാ വഴി? എന്നാ ചാടല്ലേ? എന്നെക്കാട്ട് എളുപ്പത്തിൽ ഞാൻ ചാടി. അതിനെനിക്ക് എന്തൊരു ബോസ് ഇപ്പോഴും പരൽമീൻ്റെ അരി നടക്കുന്നുണ്ട്. എവിടെ ചാടണ്ടേ? ആ പിന്നെ ഞാൻ ഐഫോൺ ആയിട്ടാ ചാടി. ക്യാമറക്ക് അത്ര വിലല്ല. ചാടിക്കോ, 1000 എനിക്ക് ഞാൻ തരാം. എന്നാലൊരു പ്രോത്സാഹനം ആവട്ടെ. എന്താ ഗുഹ. അങ്ങനെ നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ട് കഴിഞ്ഞ് അവസാനിക്കുകയാണിത്. നല്ല നീളത്തിലുള്ള വഴി എക്സിറ്റാണ്. അല്ല നമുക്ക് അപ്പുറത്തൂടി പോകണ്ട. എന്തോ 2 സാധനം അപ്പുറത്തിട്ട് പോയാക്കോ. ഓനെ അതിൽ കൂടി ഇറങ്ങാൻ പോണേ. ഓനെ ഇറങ്ങണതിൻ്റെ മുമ്പ് കൂടി നമുക്ക്. ഇബ്രാഹിം ഒരു ആസ്വാദനം ഇല്ലാത്തൊരു വ്യക്തി കേട്ടോ. ഈ ടൂറിലൂടെ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ മേലെ എത്തിക്കണേ ബോസ്. അതിൻ്റെ മേലെ നിൽക്കുക. ആ അങ്ങനെ നടക്കാം. വാ, എന്നോട് അപ്പളേ പറയണേ ഞാൻ ഇറങ്ങണ്ടാവും. ഈ കാണുന്നത് നമ്മുടെ പൂന്തോട്ടം കേട്ടോ ബാക്കിലുള്ള. പക്ഷെ എവിടെ പൂവൊന്നുമില്ല. വറ്റി വരണ്ട എടുക്കുക. കുറച്ച് പച്ചപ്പ് മാത്രമുണ്ട്. കുളിക്കുന്ന സ്ഥലം കേട്ടോ. ഒരു റോയൽ ഫാമിലി കുളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. ഒന്ന് കൂട്ടിയിട്ട് കാണട്ടോ. അപ്പോൾ അവിടെയും കൂടിയും ഓരോരോ കുഴികൾ കാണുന്നുണ്ട്. അതിനായിരിക്കും ഒരു കുളിക്കുന്നുണ്ടാവുക. ഏതായാലും സമയം ഇരുട്ടായിക്കണേ. മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇരുമ്പ് കട്ടി പൊന്തിക്കലാണ്. അത്ര കണ്ടിട്ട് പൊന്തിക്കുന്ന തോന്നുന്നു. ഫോട്ടോ ഒക്കെ എടുക്കണം. ഈ സംഭവം ആർക്കും പൊന്തിക്കാൻ കഴിയാത്താണ്. മൂപ്പര് പൊന്തിക്കാൻ വെക്കാം.
കൈ ഉരു പോരോ ഇവൻ പൊന്തിച്ച് കുറച്ച് പാത്രം വെച്ച് കൊടുക്കണ ഈ കയ്യിലല്ലേ ഇതൊക്കെ ലഡാക്ക് പോയതിനെക്കാട് വലിയ കാര്യ ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മള് ഗോൽക്കണ്ട ഫോർട്ട് അവസാനിപ്പിച്ചിട്ടോ ഈ കാണുന്ന ഒരുവിധ സ്ഥലങ്ങളൊക്കെ പോയിന്ന് തോന്നണേ അപ്പോൾ ഇതിനോട് വിട പറയാണ് നെക്സ്റ്റ് സ്പോട്ട് പോവാണ് അപ്പോൾ നമ്മൾ നേരം വൈകിട്ടോ ഇപ്പോൾ അതാ ചാർമിനാറിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ നാളെ കാണാൻ വെച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈക്കിൽ തന്നെ ഇരിക്കുക ഇവിടെ പാർക്കൊന്നും ചെയ്യാനില്ല ഇവിടെ വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ